വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് രണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് പിന്മാറിയ വാർത്തയും നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. ഈ കേസിൽ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങി മെമ്മറി കാർഡ് 3 ഇടങ്ങളിൽ വെച്ച് അനധികൃതമായി ആക്സസ് ചെയ്യപ്പെട്ടതും ഹാഷ് വാല്യൂ മാറിയതും നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. ആദ്യം പൾസർ സുനിയുടെ കൈകളിലാണ് പീഡനത്തിനിരയായതെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഈ പെൺകുട്ടി വീണ്ടും ഇരയാകുന്നത് നമ്മൾ കാത്തിരിക്കുന്നു. ഒടുവിൽ ഇരയിൽ നിന്ന് അതിജീവിതത്തിലേക്കുള്ള അവരുടെ മാറ്റം എന്ന് പറയുന്നത് കേരളം വളരെ അഭിമാനത്തോടു കൂടിയാണ് തലയുയർത്തി നിന്നാണത് കേട്ടത്. പക്ഷേ അപ്പോഴും അവരെ ഇരയാക്കി മാറ്റിയവർക്ക്, അവർ ഇരയായിരിക്കണമെന്ന് കരുതിയവർക്കുള്ള താക്കീതായി വിധി വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് 3215 ദിവസമായി കേരളം ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നത്. അവളൊരു തീയായി മാറുകയായിരുന്നുവെങ്കിൽ ആ തീയുടെ കരുത്തിലാണ് പിന്നീട് അതിജീവിതമാർ വന്ന് പോലീസിന് മൊഴി കൊടുക്കുന്നത്. ഇനി ഇത്തരം നരാധമന്മാരായിരിക്കുന്ന ഇത്തരം ആണധികാരത്തിന്റെ പ്രമത്തതയെ ആഘോഷിക്കുന്നവർക്ക് മേൽ അവളൊരു തീയായിട്ട് വരികയായിരുന്നു. വരും കാലഘട്ടങ്ങളിലും അതിജീവിതമാർക്കുള്ള വെളിച്ചമായി മാറിയ ഒരു തീയാണ് ഈ അതിജീവിത എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി എന്തു തന്നെയാണെങ്കിലും ഇതിനകം തന്നെ അതിജീവിത വിജയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നീതി പൂർണ്ണമാകണമെന്നത് ഒരു കാലത്തിന്റെ നിയോഗമാണെങ്കിൽ കാലം സാക്ഷിയായ, കാലം വാദിയായ, കാലം തന്നെ എഴുതാൻ പോകുന്ന ഒരു വിധിയായി ഇത് മാറുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ തെളിവുകളെല്ലാം ഒരു ഘട്ടത്തിൽ ദിലീപിന് അനുകൂലമായിരുന്നു. ദിലീപ് ഈ കേസിലെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തിയ ആ പ്രസംഗത്തിലെ ക്രിമിനൽ കോൺസ്പിറസി എന്ന നിർണായകമായ ഭാഗം, അതിനുശേഷം പിന്നീട് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് എഴുതിയ കത്ത്, ആ കത്തിന്റെ പേരിൽ തന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ദിലീപ് കാണിച്ച അതിസാമർഥ്യം, പരാതി കൊടുത്ത അതിസാമർഥ്യം, പിന്നീട് വന്ന മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന, ഫോറൻസിക് പരിശോധനയിൽ പുറത്തു വന്നിരുന്ന ശബ്ദരേഖകൾ, ബാലചന്ദ്രകുമാറിന്റെ റിപ്പോർട്ടർ പുറത്തുവിട്ട മൊഴി, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഓരോരോ വിവരങ്ങളായി കാലം നമുക്ക് നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാലം സാക്ഷിയായ, കാലം തന്നെ വാദിയായ, നീതി ഉറപ്പാക്കാൻ വേണ്ടി പ്രകൃതി തന്നെ കൂട്ടുനിന്ന ഒരു കേസാണ്. അതിൽ ഗൂഢാലോചന സാധാരണ രീതിയിൽ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും പ്രകൃതി തന്നെ ഈ കേസിൽ ഇത് തെളിയണമെന്ന് നിർബന്ധമുള്ളതുപോലെയാണ്. 8.25 വർഷം നീണ്ടുനിന്ന ഒരു കേസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഏറ്റവും നിർണായകമായ അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്നു. റോഷി, ഈ കേസിന്റെ തുടക്കം മുതൽ റിപ്പോർട്ടർ എടുത്ത നിലപാട്, നമുക്കെതിരെ വന്ന കേസുകൾ, അപ്പോഴെല്ലാം നിർഭയം നമ്മൾ അതിജീവിതയ്ക്കൊപ്പം അടിയുറച്ച നിലപാട് സ്വീകരിച്ചു. കേരളത്തിൽ അതിജീവിതയ്ക്കൊപ്പം സാമൂഹിക നീതി പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, പെൺകുട്ടികൾക്ക് നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷവും ഈ വിധിയിൽ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടാകും. ഈ വിധി നിരാശപ്പെടുത്തുന്നതാണെങ്കിൽ അപ്പീൽ പോകുമെന്നതും ഉറപ്പാണ്. പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും ഒരേപോലെ ആത്മവിശ്വാസമുള്ളൊരു കേസിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മൾ പുറത്തുവിട്ട തെളിവുകളടക്കം കോടതിയും അന്വേഷണ സംഘം കണ്ടെത്തിയ, കോടതി ഉറപ്പാക്കിയ തെളിവുകൾ ഉണ്ട്. അതെല്ലാം തന്നെ ഇതിൽ പ്രതികൾക്ക് കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഏതെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ആ പിഴവുകൾ വലിയ ആശങ്കയായിട്ട് മാറും എന്നതും നമ്മുടെ മുന്നിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ വിധി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ഇന്ത്യയിലെ നീതിന്യായ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത നാടകീയ സംഭവ വികാസങ്ങളാണ് 8.25 വർഷം നീണ്ട ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. ആദ്യഘട്ടത്തിലുള്ളവരല്ല, രണ്ടാം ഘട്ടത്തിലുള്ളവരാണ് ഈ കേസിന്റെ യഥാർത്ഥത്തിലുള്ള മോട്ടീവ് മുന്നിൽ കണ്ടുകൊണ്ട് ആക്രമണം നടത്തിയത്. ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നു. സ്വന്തം സഹപ്രവർത്തകയെ കൊട്ടേഷൻ റേപ്പിന് വിട്ടുകൊടുത്തൊരു ക്രിമിനലിന്റെ കഥയാണ് 8.25 വർഷം കേരളം കേട്ടതെങ്കിൽ ആ കേസിൽ എന്താണ് വിധി എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ നമ്മൾ അറിയും. റോഷി, ഇപ്പോൾ ഇനി അവശേഷിക്കുന്നത് കേവലം 20 മിനിറ്റ് മാത്രമാണ്. കോടതി മുറിയിലേക്ക് എല്ലാ പ്രതികളും എത്തിച്ചേർന്നിട്ടുണ്ടോ? അരുൺകുമാർ, കോടതി മുറിയിലേക്ക് ഏതാണ്ട് എല്ലാ പ്രതികളും എത്തിച്ചേർന്നു. പ്രതികളുടെ അഭിഭാഷകരും എത്തിച്ചേർന്നു. 11 മണിക്ക് തന്നെ കൃത്യം കോടതി മുറിയിലേക്ക് ഈ വിധി പറയുന്ന ജഡ്ജ്, പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് എത്തിച്ചേരും. തൊട്ടുപിന്നാലെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഒന്ന്, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ സമാനതകളില്ലാത്ത ഒരു കേസ്, അതിന്റെ നിയമ പോരാട്ടം. കാരണം അതിജീവിത 2017 ഫെബ്രുവരി 17 ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ 2 മണിക്കൂർ നീണ്ട ആ പീഡനം, അവർക്കുണ്ടായ മാനസിക ആഘാതം, അതിനപ്പുറത്തേക്ക് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആ പെൺകുട്ടിക്ക് നേരെയുണ്ടായിരുന്ന ആക്രമണം, അങ്ങനെ മലയാള സിനിമയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അവർ മറ്റൊരിടത്തേക്ക് താമസം മാറേണ്ടി വന്ന സാഹചര്യം, ആ നിലനിൽപ്പിനായി പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികളും സംഘവും എത്തിച്ചു. അങ്ങനെ
ഒരു ഭാഗത്ത് അന്നത്തെ ആ ക്രൂരമായ പീഡനത്തിന്റെ മാനസികാഘാതം, അതിനപ്പുറത്തേക്ക് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നീട് കേസ് അട്ടിമറിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ പ്രതിഭാഗം നടത്തുന്നു. പ്രതിയും സംഘവും നടത്തുന്നത്, 8ാം പ്രതി ദിലീപ് സംഘവുമാണ് അങ്ങനെ നീക്കുന്നത്. ഇതൊക്കെ തെളിഞ്ഞു. അതിന്റെ തെളിവുകൾ പല ഘട്ടങ്ങളിലായി റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോൾ അത് അന്വേഷണ സംഘം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അതൊക്കെ ശരിയാണെന്ന് കണ്ടെത്തി അത് കോടതിയിലേക്ക് എത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 2017 ഡിസംബർ 25 ശേഷം റിപ്പോർട്ടർ TV പുറത്തെത്തിച്ച തെളിവുകൾ മാത്രം മതി. അത്രയേറെ തെളിവുകളുണ്ട്. ദിലീപ് പൾസർ സുനിയും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്നത്, ഗൂഢാലോചനയിൽ സൂത്രധാരൻ ദിലീപാണെന്ന് തെളിയിക്കുന്നത്, പൾസർ സുനിയുടെ സാന്നിധ്യം, മറ്റ് കൂട്ടുപ്രതികൾക്കുള്ള പങ്കാളിത്തം, ഇതൊക്കെ വെളിപ്പെടുന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് ദിലീപ് എന്ന ഈ കേസിൽ 8ാം പ്രതിക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള പൂർവ്വ വൈരാഗ്യം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇതൊക്കെ പൊതു ഇടത്ത് ചർച്ച ചെയ്തതാണ്. അത് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും നിർണായക പങ്ക് റിപ്പോർട്ടർ TVക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ നമ്മളെ ഈ പോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങിക്കുക എന്ന ഉദ്ദേശത്തോടെ പലതവണ സാമൂഹ്യ മാധ്യമത്തിലൂടെ അതിക്രമം, അതിനപ്പുറത്തേക്ക് പിന്നീട് കേസുകൾ, ഏതാണ്ട് 8ഓളം വരുന്ന കേസുകൾ റിപ്പോർട്ടറിനെതിരെ വരുന്നു. ആ കേസുകളും ഈ ആക്രമണങ്ങളും ഭീഷണികളും ഒന്നും മുഖവിലക്കെടുക്കാതെ റിപ്പോർട്ടർ നടത്തിയ അതിജീവിതക്കൊപ്പം നടക്കുകയായിരുന്നു റിപ്പോർട്ടർ. ഈ കാലം അത്രയും ഏതാണ്ട് 8.5 വർഷക്കാലമായി നമ്മളൊപ്പം നടക്കുന്നു. അതിൽ